കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ബൈബിൾ ക്ലാസ്സുകൾ ഏവരുടെയും ആത്മീക ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് എളിയവർ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രോഗ്രാമുകൾ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിത്യതയ്ക്കായി ഒരുങ്ങുന്നതിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് കഴിഞ്ഞ നാളുകളിൽ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നു. അതിനോടനുബന്ധിച്ച് ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഒരു ഉപദേശ പഠന പത്രിക ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ സൗജന്യ വരിക്കാരായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രോഗ്രാമിൽ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ ബന്ധപ്പെടുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. തുടർന്ന് പ്രാർത്ഥനയോടെ ഈ ക്ലാസ്സുകൾ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഇന്നുമെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ബഹുമാന്യരും പ്രിയരുമായ എല്ലാ സഹോദരങ്ങൾക്കും ഒരിക്കൽ കൂടി യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഹൃദയപൂർവ്വമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. റോമാലേഖനം 11-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു തുടങ്ങി. 11-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ ചില വാക്യങ്ങൾ നമ്മൾ വായിക്കുകയുണ്ടായി. ഒന്നും കൂടി വായിക്കുന്നു. എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമില്ല. ഞാനും ഇസ്രായേലിനല്ലോ, അബ്രഹാമിൻ്റെ സന്തതിയിൽ ബെന്യാമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ തന്നെ. ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഏലിയാവിൻ്റെ ചരിത്രത്തിൽ തിരുവെഴുത്ത് പറയുന്നത് അറിയുന്നില്ലയോ? അവൻ ഇസ്രായേലിന് വിരോധമായി, കർത്താവെ, അവർ നിൻ്റെ പ്രവാചകന്മാരെ കൊന്നു, നിൻ്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് ദൈവത്തോട് വാദിക്കുമ്പോൾ അവൻ അരുളപ്പാടുണ്ടായതെന്ത്? ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ. അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിന് പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. കൃപയാൽ എങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. ആകയാൽ എന്ത്? ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു, ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. ദൈവം അവർക്ക് ഇന്ന് വരെ ഗാഠനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പ്രിയമുള്ളവരെ, ഈ ഭാഗത്ത് 9, 10, 11 അധ്യായങ്ങൾ ഓരോന്നും ആരംഭിക്കുന്നത് വ്യക്തിപരമായ പരാമർശത്തോടുകൂടിയാണെന്ന് നമ്മൾ കണ്ടു. ഈ 3 അധ്യായങ്ങൾ വളരെ പ്രസക്തമാണ്. കാരണം ഇസ്രായേലിൻ്റെ ചരിത്രവും ദൈവത്തിൻ്റെ കാര്യപരിപാടിയും എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും നാം ഇന്ന് വിശ്വസിക്കുന്ന സുവിശേഷം അത് സാർവലൗകികമാണെന്നും അത് കാലാതീതമാണെന്നും ഈ ഭാഗത്തു നിന്ന് പൗലോസ് വളരെ വ്യക്തമാക്കുന്നുണ്ട്. അതായത് മനുഷ്യൻ പാപം ചെയ്ത് ദൈവകൃപയിൽ നിന്ന് അന്യപ്പെട്ട് മത്സരിയായി പോയി ശിക്ഷാവിധിക്ക് വിധേയപ്പെട്ടതിന് ശേഷം ദൈവം രൂപപ്പെടുത്തിയ ഒരു ഉദ്ധാരണ പദ്ധതി അല്ല യേശുക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത ബലിമരണമെന്നും, യേശുക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത ബലിമരണവും മനുഷ്യൻ്റെ പാപത്തിൽ നിന്നുള്ള ഉദ്ധാരണവും അനാദിയിൽ തന്നെ നിയമിച്ചതാണെന്നും വളരെ വ്യക്തമായി തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, ആ സത്യം ഇസ്രായേലിൻ്റെ ചരിത്രത്തിലൂടെ ഒന്നും കൂടി പൗലോസ് ഉറപ്പിക്കുന്നതാണ് ഈ 3 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. അതോടൊപ്പം പഴയ നിയമ തിരുവെഴുത്തുകളും പുതിയ നിയമ തിരുവെഴുത്തും തമ്മിലുള്ള വളരെ അഭേദ്യമായ ബന്ധവും വളരെ ഈ ഭാഗത്തെ വ്യക്തമാക്കുന്നുണ്ട്. ഇന്നും പല സഹോദരങ്ങളും പഴയ നിയമ തിരുവെഴുത്തുകളെ നിരാകരിക്കുന്നവരുണ്ട്, പുതിയ നിയമ തിരുവെഴുത്തുകൾ മതി എന്ന് പറയുന്ന ആളുകളുണ്ട്. നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചു. എന്നാൽ പഴയ നിയമത്തിൽ തന്നെ പുതിയ നിയമം ഉൾക്കൊള്ളിക്കപ്പെട്ടിരുന്നുവെന്നും പുതിയ നിയമത്താലാണ് പഴയ നിയമം പൂർത്തീകരിക്കപ്പെടുന്നതെന്നും തിരുവെഴുത്തിൽ നിന്ന് വളരെ വ്യക്തമായി ബോധ്യപ്പെടുവാൻ കഴിയും. ഈ പുതിയ നിയമത്തിൽ തിരുവെഴുത്തുകൾ എന്ന് പറഞ്ഞിരിക്കുന്നതെല്ലാം പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളെ പരാമർശിച്ചുകൊണ്ടാണെന്നുള്ളത് നമുക്ക് വ്യക്തമാണല്ലോ. പുതിയ നിയമ തിരുവെഴുത്തിൻ്റെ രേഖ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞ വാക്കുകളാകയാൽ പുതിയ നിയമ രേഖയിൽ തിരുവെഴുത്തുകൾ എന്ന് പരാമർശിച്ചിരിക്കുന്ന എല്ലാം പഴയ നിയമത്തിലെ പുസ്തകങ്ങളെ പരാമർശിച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഈ വസ്തുതകളെല്ലാം ഈ 3 അധ്യായങ്ങളിലൂടെ അരക്കിട്ട് ഉറപ്പിക്കപ്പെടുന്നതായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആട്ടെ, ഇനി ഇസ്രായേലിൻ്റെ ചരിത്രമോ
ഇസ്രായേലിൻ്റെ ചരിത്രം ദൈവത്തിൻ്റെ കാര്യപരിപാടിയിൽ വളരെ പ്രധാനപ്പെട്ടതും മാത്രമല്ല സത്യദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് സകല മനുഷ്യവർഗത്തിനും വ്യക്തമായി ബോധ്യപ്പെടുന്നതിന് വളരെ സഹായകരവുമാണെന്നുള്ളത് നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അവരെ സ്വന്തം ജനം എന്ന് തന്നെ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നു പൗലോസ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ, ഇസ്രായേൽ എന്ന ഒരു ജനസമൂഹം ലോകത്തിൽ വിശേഷാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായി ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലിന് വിധേയപ്പെട്ടവരായി ഇല്ലായിരുന്നുവെന്നിരിക്കട്ടെ. അങ്ങനെ ഒരു ജനസമൂഹം ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, സത്യദൈവത്തെക്കുറിച്ചുള്ള ഉൾബോധം ആർക്കും ലഭിക്കുവാൻ കഴിയുമായിരുന്നെന്ന് ഞാൻ കരുതുന്നില്ല. ഇന്ന് ലോകത്തിൽ നോക്കിയാൽ അനേക ജനസമൂഹങ്ങളിൽ വിവിധങ്ങളായ ദേവീദേവന്മാരെയും പല ദൈവത്തെയും ആരാധിക്കുകയും അവരെ പിന്തുടരുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ട, എന്നാൽ സത്യദൈവം ആരാണെന്നും ഏകസത്യദൈവം ആരാണെന്ന് വ്യക്തമാക്കുന്നതിന് ഏറ്റവും വലിയ സാക്ഷ്യമായി നിൽക്കുന്നത് ഇസ്രായേൽ തന്നെയാണ്. ഫ്രാൻസിലെ ഒരു വലിയ ചക്രവർത്തിയായിരുന്ന ലൂയി 14 എന്നാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹം ഒരിക്കൽ തൻ്റെ അസിസ്റ്റൻ്റായിരുന്ന, തൻ്റെ തൻ്റെ മന്ത്രിയായിരുന്ന, തൻ്റെ ഉപദേഷ്ടാവായിരുന്ന വളരെ ദൈവഭക്തനായ ഒരാളിനോട് ലൂയി 14 ഇങ്ങനെ വളരെ കർക്കശ്യമായിട്ട് ചോദിച്ചു, നീ ദൈവവിശ്വാസിയാണ്, ദൈവത്തെക്കുറിച്ച് നീ വളരെ വാചാലമായി പറയാറുണ്ട്, ദൈവത്തെ നീ ഒരു യാഥാർത്ഥ്യമായി തന്നെ കാണുന്നു, ആട്ടെ ഒരു വാക്കിൽ നീ പറ, ദൈവമുണ്ടെന്ന് എനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയുമെന്ന് ഒരു വാക്കിൽ നീ എനിക്ക് ഉത്തരം തരണമെന്ന് പറഞ്ഞു. ഉടനെ ആ ബുദ്ധിമാനായ ദൈവഭക്തനായ ആ ഉപദേഷ്ടാവ് ഇങ്ങനെ പറഞ്ഞു, യഹൂദൻ. ഒറ്റ വാക്ക്. യഹൂദൻ എന്ന ആ ഒറ്റ വാക്കിൽ ദൈവമുണ്ടെന്നും സത്യദൈവം ആരാണെന്നുമുള്ളത് വളരെ വ്യക്തമായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ, 20ഓളം നൂറ്റാണ്ട് ലോകം മുഴുവൻ അഭയാർത്ഥികളായി അലഞ്ഞു നടന്നിരുന്ന ജനസമൂഹം ഒരിക്കൽ പോലും അവരുടെ പിതാക്കന്മാർ പാർത്തിരുന്നതും ദൈവം അവർക്ക് അവകാശമായി നൽകിയിരുന്നതുമായ ദേശത്തേക്ക് മടങ്ങി വരുവാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് അവരെ ലോകം എഴുതിത്തള്ളിയതായിരുന്നു. പല സന്ദർഭത്തിൽ ചരിത്രം പരിശോധിച്ചാൽ അവരിലെ പ്രധാനികൾ തന്നെ അവരുടെ വംശീയ തനിമ നിലനിർത്തിക്കൊണ്ട് അവരിങ്ങനെ നിലനിൽക്കുന്നത് വളരെ അപകടകരമാണെന്നും ഇതര ജനസമൂഹങ്ങളിലേക്ക് അങ്ങ് അലിഞ്ഞു ചേർന്ന് എല്ലാവരുമായി ഇടപഴകി ഇനി യഹൂദൻ എന്നുള്ള ആ ഐഡൻറ്റിറ്റി പോലും നമുക്ക് വേണ്ട, അങ്ങനെ ആ ഐഡൻറ്റിറ്റി നിലനിർത്തുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രയേറെ കഷ്ടങ്ങൾക്ക് വിധേയപ്പെടുന്നതെന്നും വാദിച്ചവരുണ്ട്. തിയഡോർ ഹേഴ്സൽ എന്ന് പറയുന്ന ഒരു വലിയ ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹവും ആ അഭിപ്രായക്കാരൻ തന്നെയായിരുന്നു. തിയഡോർ ഹേഴ്സലാണ് പിന്നീട് സിയോൻ സംഘം ഉണ്ടാക്കുന്നതിന് മുൻകൈയെടുത്ത് അതിൻ്റെ സ്ഥാപകനായിരുന്നു നമുക്ക് മനസ്സിലാക്കാം. കാര്യം അദ്ദേഹം തന്നെ വാദിച്ചിരുന്നു, എന്തിനാണ് നമ്മളിങ്ങനെ ഈ വംശീയ തനിമ നിലനിർത്തിക്കൊണ്ട് ഈ കഷ്ടങ്ങൾക്കെല്ലാം വിധേയപ്പെടുന്നത്? സത്യദൈവം എന്ന് പറഞ്ഞ് നമ്മുടെ ദൈവത്തെ സേവിച്ചും നമ്മുടെ പ്രമാണങ്ങളെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോകുന്നു. അദ്ദേഹം അത്ര വലിയ ദൈവവിശ്വാസിയൊന്നും ആയിരുന്നില്ല ആദ്യ സമയങ്ങളിൽ. അതുകൊണ്ട് നമ്മളിങ്ങനെ തനിമയോടുകൂടെ നിൽക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടല്ലേ ഇത്രയേറെ കഷ്ടങ്ങൾക്ക് നമ്മൾ വിധേയപ്പെടുന്നത്? അതുകൊണ്ട് നമുക്ക് ഇതര ജനസമൂഹങ്ങളുമായി അങ്ങ് ഇഴുകിച്ചേർന്ന് അലിഞ്ഞു ചേർന്ന് എല്ലാവരുമായി ഒരുമിച്ചങ്ങ് ചേർന്ന് അങ്ങ് പോകുന്നതില്ലയോ നല്ലത്? അതാണ് ബുദ്ധി. അല്ലെങ്കിൽ നമ്മൾ വലിയ കഷ്ടങ്ങളിൽ നിന്ന് കഷ്ടങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും എന്ന് അദ്ദേഹം തന്നെ വാദിക്കുകയുണ്ടായി. എന്നാൽ അദ്ദേഹം പാരീസിലുള്ള ഒരു വിചാരണ കോടതി എന്ന് പറഞ്ഞാൽ ഒരു യഹൂദനായ ഒരു പട്ടാളക്കാരനെ വിചാരണ ചെയ്യുന്ന ഒരു കോടതിയിൽ നടക്കുന്ന നടപടികൾ റിപ്പോർട്ട് ചെയ്യാനായി അദ്ദേഹം അവിടെ എത്തിയിരുന്നു. ആ വിചാരണ അദ്ദേഹം ശ്രദ്ധിച്ചപ്പോൾ ഈ പടയാളി കുറ്റക്കാരനല്ല എന്നുള്ളത് അവിടെ വ്യക്തമായി തെളിഞ്ഞു. ജഡ്ജി അദ്ദേഹത്തെ വെറുതെ വിടാനായിട്ട് മുതിരുന്നത് പോലെയായി. ഈ പത്രക്കാരൻ അദ്ദേഹം തിയഡോർ ഹേഴ്സൽ അത് റിപ്പോർട്ട് ചെയ്ത് രേഖയാക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് വലിയൊരു ജനസമൂഹം, വലിയൊരു ആൾക്കൂട്ടം അവിടെ തടിച്ചുകൂടി കിൽ ദറ്റ് ജ്യൂ എന്ന് ആക്രോശിച്ചുകൊണ്ട് കോടതി മുറിയിലേക്ക് ഇടിച്ചു കയറുവാൻ ശ്രമിക്കുന്ന വലിയ ഭീകരമായ ഒരു രംഗമുണ്ടായി. ഒടുവിൽ ജനങ്ങളുടെ താല്പര്യത്തിന് വിധേയപ്പെട്ട് അദ്ദേഹത്തെ ഫയറിംഗ് സ്ക്വാഡിന് ജഡ്ജി വിട്ടുകൊടുത്തു.
ഫയറിംഗ് സ്ക്വാഡ് അന്യായം തിയോഡോർ ഹെർസൽ അത് സഹിച്ചുകൂടായിരുന്നു. നമുക്കറിയാം യേശു ക്രിസ്തുവിനെയും അങ്ങനെയാണ് ചെയ്തത്. പീലാത്തോസ് ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല, ഞാനിവനെ അടുപ്പിച്ചു, ഞാനിവരെ വിട്ടയക്കും, ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ജഡ്ജി ഒടുവിൽ പീലാത്തോസ് കൈ കഴുകി, എനിക്കിതിൽ കുറ്റം, ഈ രക്തത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞു. പ്രിയമുള്ള, എന്നിട്ട് ജനങ്ങളുടെ താല്പര്യത്തിന്, ജനത്തിൻ്റെ ഇഷ്ടത്തിന് അവനെ ഏൽപ്പിച്ചു കൊടുത്തു. നമ്മൾ വായിക്കുന്നത് പോലെ പാരീസിൽ സംഭവിച്ചു. അവനെ ഫയറിംഗ് സ്ക്വാഡിന് ഏൽപ്പിച്ചു കൊടുത്തു. അത് കണ്ടപ്പോൾ തിയോഡോർ ഹെർസലിന് സഹിച്ചുകൂടായിരുന്നു. ഇല്ല, നമ്മളെത്ര ഇവരുടെ കൂടെ ഇഴുകിച്ചേരാൻ ശ്രമിച്ചാൽ അവർ നമ്മളെ ഉൾക്കൊള്ളുകയില്ല. നമ്മളെ എന്നും ഒരു സ്പർദ്ധയോടുകൂടെയോ ഒരകന്നവനായിട്ടോ മാത്രമേ ഇവർ കാണുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് നമ്മുടേതായ ഒരു നിലനിൽപ്പ് ആവശ്യമാണ് എന്ന് പറഞ്ഞ് തിയോഡോർ ഹെർസൽ നേതൃത്വത്തിലാണ് സിയോൻ സംഘം ആരംഭിച്ചതും ഇന്ന് കാണുന്ന ഇസ്രായേൽ രാഷ്ട്രം രൂപപ്പെടുവാൻ ഇടയായി തീർന്നതും. പ്രിയമുള്ളവർ, അങ്ങനെ ഒന്നും സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഓർത്തു നോക്കിയാൽ ഇന്നും ലോകത്തിൽ സത്യദൈവം ആരാണെന്നുള്ളത് വ്യക്തമായി ബോധ്യപ്പെടുവാൻ ഏറ്റവും വലിയ സാക്ഷ്യമായി നിൽക്കുന്നത് ഇസ്രായേൽ എന്ന ജനസമൂഹം തന്നെയാണ്. അവർ തീച്ചൂളയിൽ നിന്ന് ഉയിർത്തെഴുന്നേറ്റതുപോലെയല്ലേ മടങ്ങി വന്നിരിക്കുന്നത്. അവിടെ സ്വന്തം ദേശത്തവർ മടങ്ങി വന്നു. ലോകത്തിന് നടുവിൽ ഏറ്റവും ചെറിയൊരു രാജ്യം അവരിന്ന് ഒരു വെല്ലുവിളി പോലെ നിൽക്കുകയാണ്. വെല്ലുവിളി പോലെ ആരോടും എതിർത്ത് നിൽക്കത്തക്ക സൈന്യശേഷിയോടെ ബൗദ്ധിക മണ്ഡലത്തിൽ ഏറ്റവും സമർത്ഥന്മാരായി അവരിന്ന് നിലനിൽക്കുന്നു. അപ്പോൾ സത്യദൈവം ആരാണെന്നുള്ളതിന് ഏറ്റവും വലിയ സാക്ഷ്യമായി ഇന്ന് ഇസ്രായേലിനെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇത് ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ? ആർക്കും നിഷേധിക്കാനാവുകയില്ല. മാത്രമല്ല, അവർ ഉപയോഗിച്ചിരുന്ന മതഗ്രന്ഥമായ പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവം ഈ വിശുദ്ധ തിരുവെഴുത്ത് പുതിയ നിയമം കൂടെ ചേർത്ത് വരുമ്പോൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും വെളിപ്പെട്ടിരിക്കുന്ന ആ സത്യദൈവം ഒരു ദൈവം എങ്ങനെയുള്ളവനായിരിക്കണമെന്ന് ന്യായമായും ബുദ്ധിയുള്ള ഒരുവൻ നിർമ്മല ഹൃദയത്തോടെ മുൻവിധിയില്ലാതെ ചിന്തിച്ചാൽ ആ ദൈവത്തിനുണ്ടായിരിക്കുവാൻ ഇന്ന യോഗ്യത ആ ദൈവത്തിന് ഇന്ന യോഗ്യത ഉണ്ടായിരിക്കണമെന്ന് അവൻ ചിന്തിക്കുന്നെങ്കിൽ ആ സകല യോഗ്യതകളും തികഞ്ഞ ഒരു ദൈവത്തെയാണ് വിശുദ്ധ തിരുവെഴുത്ത് വ്യക്തമാക്കുന്നത്. അപ്പോൾ നോക്കണം, ഇന്ന് സത്യദൈവത്തിന് ഏറ്റവും വലിയ സാക്ഷിയായി ഇസ്രായേൽ നിൽക്കുന്നു. അപ്പോൾ ഇസ്രായേലിലെ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. ഇന്നും ദൈവത്തിന് ഇസ്രായേലിലൂടെ പ്രവർത്തിക്കുവാനുണ്ട്. അതെ, അവർ ലോകം മുഴുവൻ അഭയാർത്ഥികളായി കഴിഞ്ഞിരുന്ന ആ കാലഘട്ടങ്ങളിലും ഇസ്രായേലിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കുവാനുണ്ടായിരുന്നു. അതാണ് പൗലോസ് ഇവിടെ വ്യക്തമാക്കുന്നത്. എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. പൗലോസ് ജാതിയിലെ അപ്പസ്തോലനായിരുന്നുകൊണ്ട് ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് എന്നുള്ള ഒരു ചിന്ത പൗലോസിൻ്റെ വാക്കുകളിലൂടെ ആളുകൾ ചിന്തിച്ചിരുന്നു. അതുകൊണ്ട് പൗലോസ് ഇവിടെ വ്യക്തമാക്കിയ ദൈവം അവരെ തള്ളിക്കളഞ്ഞിട്ടില്ല, ഒരു നാളുമില്ല. നമ്മൾ ന്യായമായി ചിന്തിക്കാൻ സാധ്യതയുണ്ട്, ഇസ്രായേൽ ദൈവത്തെ തള്ളിയതുകൊണ്ട് ദൈവവും അവരെ തള്ളിക്കളഞ്ഞു എന്ന് തന്നെ മറുപടി പറയാനായിരിക്കും പൗലോസ് മുതിരുന്നതെന്ന് നമ്മൾ ചിന്തിക്കാം. പക്ഷേ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ് പറയുന്നത്, ഒരു നാളുമില്ല. എന്നിട്ട് അതിന് 4 പ്രധാന വസ്തുതകളാണ് തെളിവായി പൗലോസ് ഇവിടെ വെളിപ്പെടുത്തുന്നതെന്ന് ചില വേദപണ്ഡിതന്മാർ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത് വ്യക്തിപരമായ തന്നെ അനുഭവം. നിങ്ങൾ നോക്കി, ഇസ്രായേൽ തള്ളിക്കളഞ്ഞിട്ടുള്ള ഒന്നാമത്തെ തെളിവ് ഞാൻ പാവപ്പെട്ട ഞാനങ്ങ് പറയുക. പൗലോസ് അങ്ങനെ പറയുന്നു. പൗലോസ് എന്നെക്കുറിച്ച് തന്നെ പറഞ്ഞ് ആ പാപികളിൽ ഞാൻ ഒന്നാമൻ, ഞാൻ ദൈവസഭയെ ഉപദ്രവിച്ചവനാണ്, സ്തേഫാനോസിനെ കൊല്ലുമ്പോൾ ഞാൻ സമ്മതം കൊടുത്തവനാണ്. പൗലോസ് അതിനെക്കുറിച്ചൊക്കെ പിന്നെ പരാമർശിക്കുന്നുണ്ടല്ലോ. നോക്കണേ, ഇങ്ങനെ മത്സരിയായി പോയ എന്നെ ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ വ്യക്തിപരമായ ആ പരാമർശത്തോട് പറയുക, ഇസ്രായേലിനെ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. ഒന്നാമത്തെ തെളിവ്. രണ്ടാമത്തെ തെളിവ് പൗലോസ് പറയുന്നത് തെരഞ്ഞെടുപ്പ്. ദൈവം മുന്നറിഞ്ഞിട്ടുള്ള തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. നോക്കണേ, മുന്നറിഞ്ഞിട്ടുള്ള ജനമാണ്. അപ്പോൾ ദൈവം മുന്നറിഞ്ഞവരാണിവർ. സർവജ്ഞാനിയായ ദൈവം മുന്നറിഞ്ഞവരെ ദൈവം തീർച്ചയായിട്ടും തള്ളിക്കളയുകയില്ല. മുന്നറിയുകയും തൻ്റെ പ്രിയജനമായി തിരഞ്ഞെടുക്കുകയും ചെയ്തതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മുന്നറിവ് എന്ന് പറയുന്ന, സർവജ്ഞാനായ ദൈവത്തിൻ്റെ മുന്നറിവ് എന്ന് പറയുന്ന ആ രണ്ടാമത്തെ വസ്തുത പൗലോസ് പറയുകയാണ്. മൂന്നാമത്തെ വസ്തുത, ചരിത്രത്തിലോട്ട് നോക്ക്. ഏത് കാലഘട്ടത്തിലായാലും ഒരു ശേഷിപ്പുണ്ടായിരുന്നു. ഏലിയാവിൻ്റെ ചരിത്രം എടുക്കുകയാണ്. ഈസബേലിൻ്റെ കാലത്ത് ഇസ്രയേലിൽ ആഹാബ് രാജാവായി വാഴുമ്പോൾ ആഹാബ് വെറും ഒരു പപ്പറ്റ് കിങ് പോലെയായിരുന്നു, രാജ്ഞിയായിരുന്നു ഭരണം നടത്തിയിരുന്നത്. 880 അശേര പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും നിഗ്രഹിച്ച ശേഷം ഏലിയാവ് വളരെ സത്യദൈവം ആരാണെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായി വെളിപ്പെടുത്തി
പറ്റി ഇസ്രായേലെല്ലാം കമിഴ്ന്നു വീണ് യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവമെന്ന് അംഗീകരിച്ച് ഏറ്റുപറഞ്ഞു. എന്നിട്ടാണ് ഈ 850 പേരെ ആശേര പ്രതിഷ്ഠയുടെ പുരോഹിതന്മാരെയും ബാലൻ്റെ പുരോഹിതന്മാരെയുമായ 850 പേരെ നിഗ്രഹിച്ചു. ഈസബേൽ പറഞ്ഞു, നാളെ ഈ നേരത്ത് എന്ന് പറഞ്ഞാൽ ഈസബേൽ സ്വന്തം നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഏറ്റവും ശ്രേഷ്ഠന്മാരായി പരിഗണിക്കപ്പെട്ടുന്ന ഇസ്രായേൽ ദേശത്ത് മുഴുവൻ അന്യദൈവ സേവ പ്രചരിപ്പിക്കുന്നതിന് ഉപയോഗിക്കപ്പെട്ടിരുന്ന VVIPs ആയിരുന്നവരെ ആ മുഴുവൻ പേരെയും കൊന്നുകളഞ്ഞിരിക്കുന്നത് സഹിക്കുമോ? നാളെ ഈ നേരത്ത് ആ വല്ലൊരുവനെ പോലെ നിൻ്റെ ജീവനെ ഞാൻ ആക്കുന്നില്ലെങ്കിൽ ദേവന്മാരനോട് തക്കവണ്ണം ആദ്യവും ചെയ്യട്ടെ. ഈ വാക്ക് കേട്ട് അധികാരിയായിരിക്കുന്ന ഈ സ്ത്രീ വെറും പപ്പറ്റാണ്. അത് കേട്ടിട്ട് ഏലിയാവ് ഭയപ്പെട്ടു. ബേർഷേബായിൽ തന്നെ ഒരു പരിചാരകനുണ്ടായിരുന്നു, എൻ്റെ സഹായി ഉണ്ടായിരുന്നു, ഗേഹസി ആയിരിക്കാം. അവനോട് പറഞ്ഞു, നീ ഇവിടെ പാർത്തോളുക എന്ന് പറഞ്ഞ് അവനെ ബേർഷേബയിലാക്കിയ ശേഷം ഒരു ദിവസത്തെ വഴിദൂരം മരുഭൂമിയിൽ പോയി ചൂരച്ചിട്ട് തണൽ കിടന്നുറങ്ങി. ദൂതൻ വന്നു 1-ാം പ്രാവശ്യം തട്ടി ഉണർത്തി, എഴുന്നേറ്റ് തിന്നെ, ദൂരയാത്രയുണ്ട്. പിന്നെ തിന്നു കുടിച്ചേച്ച് കിടന്നുറങ്ങി. 2-ാം പ്രാവശ്യം തട്ടി ഉണർത്തി, എഴുന്നേറ്റ് തിന്നെ, ദൂരയാത്രയുണ്ട്. 2-ാം പ്രാവശ്യവും എഴുന്നേറ്റു. എന്നിട്ട് ആ ബലം കൊണ്ട് 40 പകലും 40 രാവും നടന്ന് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം ചെന്ന് അവിടെ ഒരു ഗുഹയിൽ കടന്ന് പാർത്തു. ദൈവത്തിന് പ്രത്യക്ഷനായി, ഏലിയാവേ നിനക്കിവിടെ എന്ത് കാര്യം? അവൻ പരാതി പറയുക. അതാണ് ഇവിടെ പറഞ്ഞൊരു കർത്താവേ അവർ നിൻ്റെ പ്രവാചകന്മാർ, അതാണ് 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. കർത്താവേ അവർ നിൻ്റെ പ്രവാചകന്മാരെ കൊന്നു, നിൻ്റെ യാഗപീഠങ്ങളെ ഇടിച്ചു കളഞ്ഞു, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് ദൈവത്തോട് വാദിക്കുമ്പോൾ അവൻ അരുളപ്പാടുണ്ടായത് എന്താ അരുളപ്പാട്? നീ വിചാരിക്കുന്നത് നീ ഏകനല്ല. 7000 പേരെ, ബാലിന് മുട്ടുമടക്കാത്ത മുഴങ്കാലുകളുള്ളവരും അവനെ ചുംബിക്കാത്ത വായുള്ളവരുമായി 7000 പേരെ ഞാൻ എനിക്കായി സൂക്ഷിച്ചിരിക്കുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിലും 18-ാമത്തെ വാക്യത്തിലും ഇത് ആവർത്തിച്ചെഴുതിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ നോക്കണേ, അന്ന് ഒരു ശേഷിപ്പുണ്ട്. സത്യദൈവം ഏതാണെന്നുള്ളതിനെക്കുറിച്ച് ഇസ്രായേലിൻ്റെ നടുവിൽ വലിയൊരു ചിന്താക്കുഴപ്പമുണ്ടായ കാലം, ഈസബേൽ നാട് വാഴുന്ന കാലം, ആഹാബ് ഭരിക്കുന്ന കാലം. നോക്കണേ, ആ സമയത്തും ആ വലിയ പിന്മാറ്റത്തിൻ്റെ നാളുകളിലും 7000 പേരെ ദൈവം സൂക്ഷിച്ചു. ഏത് കാലഘട്ടത്തിലും ദൈവത്തിനൊരു ശേഷിപ്പുണ്ട്. ചരിത്രത്തിലേക്ക് നോക്കാനാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അപ്പോൾ 3-ാമത്തെ വസ്തുത, നിങ്ങൾ ചരിത്രത്തിലേക്ക് നോക്ക്. ഇനി അടുത്ത വസ്തുത 4-ാമത്തത്, ഇന്നത്തെ സ്ഥിതി. ഇന്ന് നോക്ക്, ഇന്ന് ഞാനിവിടെ ഉണ്ട്. എന്നെ ദൈവം തിരഞ്ഞെടുത്തു മാത്രമല്ല, ഇസ്രായേലിൽ നിന്ന് വലിയൊരു കൂട്ടമല്ലേ സത്യദൈവത്തെ അറിഞ്ഞ് യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് ദൈവത്തിനായി വേർതിരിക്കപ്പെട്ട് ദൈവസഭയുടെ അംഗങ്ങളായി തുടരുന്നത്. അതാണ് നമ്മൾ വായിക്കുമ്പോൾ പ്രവൃത്തികളുടെ പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ യാക്കോബ്, യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാരിൽ ഒരുവനായിരുന്ന യാക്കോബ്, ആദ്യം യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാർ കർത്താവിൽ വിശ്വസിച്ചിരുന്നില്ല, കർത്താവിനെ മശീഹായി അംഗീകരിച്ചിരുന്നില്ല. എന്നാൽ പിൽക്കാലത്ത് യേശുവിൻ്റെ ഉയിർത്തെഴുന്നേൽപ്പിന് ശേഷം കർത്താവിൻ്റെ പ്രത്യക്ഷതയാൽ അവർ മശീഹായി കർത്താവിനെ അംഗീകരിക്കുകയും അവർ സഭയിലെ പ്രധാനികളായി മുൻവരുവാൻ കർത്താവ് അവസരമൊരുക്കുകയും ചെയ്തു. അപ്പോൾ 21-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ യാക്കോബ് പറയുന്ന ഒരു വാക്കുണ്ട്, നോക്കണേ. അവർ കേട്ട് ഓരോന്നായി വിവരിച്ച് പറഞ്ഞു. അവർ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി. പിന്നെ അവരോട് പറഞ്ഞത്, സഹോദര, യാക്കോബ് പൗലോസിനോട് പറയാം, സഹോദര, യഹൂദന്മാരുടെ ഇടയിൽ വിശ്വസിച്ചിരിക്കുന്നവർ എത്ര 1000 ഉണ്ട് എന്ന് നീ കാണുന്നുവല്ലോ. അവർ എല്ലാവരും ന്യായപ്രമാണ തൽപരന്മാരാകുന്നു. നോക്കണേ, ഇസ്രായേലിൽ നിന്ന് വിശ്വസിച്ചിരിക്കുന്ന മശീഹായി യേശുവിനെ സ്വീകരിച്ച് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം തങ്ങളുടെ പാപത്തിൻ്റെ പരിഹാരത്തിൽ ദൈവമൊരുക്കിയ തികവുള്ള യാഗമാണെന്ന് അംഗീകരിച്ച് കർത്താവിനായി സമർപ്പിക്കപ്പെട്ട ദൈവസഭയിലെ അംഗങ്ങളായിരിക്കുന്ന യഹൂദന്മാർ എത്ര 1000 ഉണ്ടെന്ന് നീ കാണുന്നുണ്ടോ? അപ്പോൾ നോക്കണേ, ഈ 4-ാമത്തെ വസ്തുത ഇതാണ്. ഈ 4 വസ്തുതകൾ എടുത്ത് ചൂണ്ടിക്കാണിച്ചിട്ട് പൗലോസ് പറയുകയാണ്, ദൈവം തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് ദൈവത്തോട് വാദിക്കണം. നല്ല പാടുണ്ടായത്. ബാലിന് മുട്ടുകുത്താത്ത 7000 പേരെ ഞാൻ എനിക്കായി ശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ. എന്നിട്ട് 5-ാമത്തെ വാക്യം കണ്ടോ, അങ്ങനെ ഈ കാലത്തിലും കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പുണ്ട്. കൃപയാലുള്ള തെരഞ്ഞെടുപ്പിന് പ്രകാരം പ്രിയമുള്ളവരെ, സർവാധികാരിയായി നമ്മുടെ കർത്താവ് വാഴുന്നു.
കൃപയാലുള്ള തെരഞ്ഞെടുപ്പ്. അതുമാത്രമേ ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിനും സർവാധികാരത്തിനും യോജിച്ചതായി വരികയുള്ളൂ. നമ്മളാരും നമ്മളുടെ കഴിവ് കൊണ്ട് ദൈവത്തെ അറിയുവാൻ ഇടയായവരല്ല. നിങ്ങളൊന്ന് ഓർത്തു വയ്ക്കുകയും, ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ അതിശയം വിചാരിക്കാറുണ്ട്. എന്നേക്കാൾ ബുദ്ധിമാന്മാരും യോഗ്യന്മാരും ശ്രേഷ്ഠന്മാരും വളരെ തീരുമാനശേഷിയുള്ളവരും അങ്ങനെയുള്ള വളരെ ശ്രേഷ്ഠന്മാരായ എത്രയോ പേര് ഇന്ന് എൻ്റെ ഈ തലമുറയിൽ തന്നെ ഉണ്ട്. പക്ഷേ സത്യദൈവത്തെക്കുറിച്ചുള്ള ഉത്ബോധം പ്രാപിക്കുവാൻ തങ്ങളുടെ സ്വന്തം അന്വേഷണത്താൽ അവരിൽ വലിയൊരു കൂട്ടത്തിനും കഴിയുന്നില്ല. എന്നാൽ ദൈവം കരുണ ചെയ്ത് കൃപ ചെയ്ത് തൻ്റെ ഔദാര്യ നിമിത്തം മഹാദയ നിമിത്തം എന്നെയും പ്രിയമുള്ളവരെ നമ്മളിൽ പലരെയും തിരഞ്ഞെടുക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അവൻ്റെ തിരഞ്ഞെടുപ്പ്, അവൻ്റെ മുന്നറിവിലുള്ള തിരഞ്ഞെടുപ്പ്, നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. റോമാലേഖനത്തിൽ തന്നെ 8-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുമ്പോൾ മുന്നേ അറിഞ്ഞു, തിരഞ്ഞെടുത്തു, പിന്നെ വിളിച്ചു, നീതീകരിച്ചു, തേജസ്കരിച്ചു. അതാണ് ചുവടുകൾ. ദൈവം തന്നെ മുൻ അറിവിനൊത്തവണ്ണമാണ്. അല്ലാതെ ഏകപക്ഷീയമായിട്ടല്ല ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ്. എന്ന് പറഞ്ഞാൽ സത്യദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിക്കുവാൻ ഉള്ളിൻ്റെ ഉള്ളിൽ താല്പര്യമുള്ളവരാരാണെന്ന്, ദൈവത്തിൽ താല്പര്യമുള്ളവരാരാണെന്നും ദൈവം അറിയുന്നു. നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പിന് പ്രകാരമാണ് ഈ കൃപയാലുള്ള തിരഞ്ഞെടുപ്പിന് പ്രകാരം വിശേഷിപ്പെട്ട് കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല. ഇസ്രായേലിൽ പ്രവർത്തിച്ച് നീതീകരണം പ്രാപിക്കാനാണ്. ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും. അതാണ് ന്യായപ്രമാണം പറയുന്നത്. പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുക, അതിനുള്ള അവസരമാണ് ദൈവം അവർക്ക് കൊടുത്തത്. കാര്യം അവർ ഞങ്ങൾ ചെയ്തോളാമെന്ന് പറഞ്ഞ് മനുഷ്യനിങ്ങനെ കച്ചകെട്ടി ഇറങ്ങി. ഇന്ന് നോക്കിക്കേ, ലോകത്തിൽ ഏറ്റവും അധികം മനുഷ്യൻ കഷ്ടപ്പെടുന്നത്, എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം ത്യാഗം അനുഭവിക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടിയാണ്. വിലപേശാതെ കൊടുക്കാൻ മനുഷ്യൻ തയ്യാറാകുന്നത് പാപമോചനത്തിന് വേണ്ടിയാണ്. അയ്യോ, സ്വന്തം കുഞ്ഞുങ്ങളെ ബലി കൊടുക്കാൻ പോലും അത്ര ഹൃദയകാഠിന്യം പോലെയായി മനസാക്ഷിയെപ്പോലും അങ്ങോട്ട് അവധിക്ക് കൊടുത്തേച്ച്, മനസാക്ഷിക്ക് പോലും അവധിക്ക് കൊടുത്തേച്ച് അത്ര കഠിനമായ കാര്യങ്ങൾ ചെയ്ത് പാപപരിഹാരത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, പ്രവൃത്തിയാൽ നീതീകരിക്കപ്പെടുവാൻ, എന്നാൽ പ്രവൃത്തിയാലല്ല. പ്രവൃത്തിയാൽ ഒരുവൻ പാപപരിഹാരം പ്രാപിക്കുകയാണെങ്കിൽ ദൈവവും അവനൊരു ഔദാര്യം ചെയ്തില്ല എന്നുള്ള മട്ടിൽ വരും. ദൈവത്തോട് പോലും അവന് മത്സരിച്ച് ജയിച്ചു എന്നുള്ള ഭാവം വരും. എന്നാൽ അങ്ങനെയല്ല. പ്രവൃത്തിയാൽ ആർക്കും നീതീകരിക്കപ്പെടുവാൻ കഴിയും. കാര്യം പാപമെന്ന് പറയുന്നത് പ്രവൃത്തിയിൽ ഒതുങ്ങുന്നതല്ല. പാപമെന്ന് പറയുന്നത് അവസ്ഥയല്ലേ. അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ നമുക്കാർക്കും കഴിയുകയില്ല. ദൈവം നമ്മളോട് കരുണ കാണിച്ചെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. ഏതൊക്കെ കോഴ്സുകളിൽ അറ്റൻഡ് ചെയ്താലും, ഏതൊക്കെ എക്സർസൈസസ് നമ്മൾ ചെയ്താലും, ഏതൊക്കെ കാര്യങ്ങൾ നമ്മളുടെ ആന്തരിക രൂപാന്തരത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് വന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ രൂപാന്തരം വരുവാൻ നമ്മുടെ പ്രവൃത്തികളാൽ നമുക്ക് കഴിയുകയില്ല. ദൈവം തന്നെ, സൃഷ്ടാവായ ദൈവം തന്നെ നമ്മെ പുനർസൃഷ്ടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് രൂപാന്തരം വരുവാൻ കഴിയുകയുള്ളൂ. സ്തോത്രം. അതാണ് നമ്മളിവിടെ കണ്ടില്ലേ, കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. കൃപയെന്ന് പറയുന്നത് അർഹതയില്ലാത്തടത്ത് ചൊരിയുന്ന ദാനമാണ്. അപ്പോൾ അർഹതയില്ലാത്തടത്ത് ചൊരിയുന്ന ദാനം ഒരുവൻ പ്രവർത്തിച്ചത് കൊണ്ട് നേടുന്നുവെങ്കിൽ അത് കൃപയാലല്ല, അവൻ തൻ്റെ പ്രവൃത്തിയാൽ, തൻ്റെ കഴിവിനാൽ അവൻ നേടിയതാണെന്ന് പറയാൻ കഴിയും. അവൻ നേടിയതാണെന്ന് പറയാം. അതുകൊണ്ട് ഇന്ന് ഇത് കൃപാകാലമാണ്. ഇത് കൃപാകാലമായതിനാൽ കർമ്മങ്ങളാലും ആചാരങ്ങളാലും അനുഷ്ഠാനങ്ങളാലും പാരമ്പര്യങ്ങളാലും കുലമഹിമയാലും സൽപ്രവർത്തികളാലും ദീനകാരുണ്യ പ്രവർത്തനങ്ങളാലും ഒന്നും ആർക്കും പാപപരിഹാരം നേടിയെടുക്കുവാൻ കഴിയുന്നതല്ല. മുഴങ്കാലുകളിൽ ദൈവത്തിൻ്റെ ആ ഔദാര്യത്തെ ഏറ്റുകൊള്ളുവാനല്ലാതെ. പ്രിയപ്പെട്ടവരെ, സ്തോത്രം, നമ്മുടെ കർമ്മങ്ങളാൽ നമുക്ക് പാപപരിഹാരം പ്രാപിക്കാൻ കഴിയില്ല. അതാണ് കൃപയാലെങ്കിൽ പ്രവൃത്തിയാലല്ല, അല്ലെങ്കിൽ പിന്നെ കൃപയല്ല. ഈ കൃപാദാനം, സ്തോത്രം. അതുകൊണ്ട് ദൈവം താൻ തന്നെ സകല നന്മയ്ക്കും ഉറവിടം എന്നുള്ളത് നമ്മൾ അംഗീകരിക്കേണ്ടത്. അതങ്ങനെ തന്നെയല്ലേ? ഈ പ്രകൃതിയിലുള്ള സകല നന്മകളും, നമ്മൾ അനുഭവിക്കുന്ന സകല നന്മകളും ദൈവത്തിൻ്റെ ദാനമല്ലേ? ഗോഡ് ഈസ് ദി സോൾ, ഓൺലി സോഴ്സ് ഓഫ് ഓൾ റിയൽ ബ്ലെസ്സിങ്സ്.
സകല നന്മയുടെയും ഉറവിടം ദൈവം തന്നെയാണ്. നമ്മൾ നമ്മുടെ കഴിവ് കൊണ്ട് നേടിയെന്നും നമ്മുടെ ബുദ്ധി കൊണ്ട് ആർജിച്ചെന്നും ഒക്കെ ചിലപ്പോൾ പറയാം. പക്ഷേ ആ ബുദ്ധി തന്നതാരാ? അത് ദൈവമാണ്. നമ്മൾ മറക്കല്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന പാനീയവും ശ്വസിക്കുന്ന വായുവും പാർക്കുന്ന ഭൂമിയും അനുഭവിക്കുന്ന സൂര്യൻ്റെ ഊഷ്മളതയും ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ പാപപരിഹാരം എന്നുള്ളതും ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മൾ അധ്വാനിച്ച് നേടിയെടുക്കുന്നതല്ല. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയരെ, ദൈവത്തിന് മുമ്പിൽ നിങ്ങൾ മത്സരഭാവത്തിൽ ഞാൻ നേടിക്കൊള്ളാം എന്ന ഭാവത്തിൽ നിൽക്കുന്നെങ്കിൽ ഇന്ന് നമുക്കൊരു മാറ്റം വരുവാൻ നമ്മളെ തന്നെ ദിവസം സമർപ്പിച്ചു കൊടുക്കുമോ? നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവമാണ് നമ്മളിൽ രൂപാന്തരം വരുത്തേണ്ടത്. ദൈവമാണ് നമ്മളിൽ മാറ്റം വരുത്തേണ്ടത്. കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ് നമ്മൾ ദൈവത്തിൻ്റെ കൈകളിൽ. കുശവന് കളിമണ്ണിനെ തനിക്ക് ഇഷ്ടപോലെ തിരിക്കും. പക്ഷേ കളിമണ്ണ് എന്ത് ചെയ്യണം? കളിമണ്ണിന് ഇച്ഛാശക്തി ഉണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. കളിമണ്ണ് ഇങ്ങനെ വിധേയപ്പെടുത്തി കൊടുക്കണം. കളിമണ്ണ് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ പോകാൻ ശ്രമിച്ചാൽ അത് ശരിയാവുകയില്ല. കുശവൻ്റെ താല്പര്യം പോലെ കളിമണ്ണിന് ഷേപ്പ് കൊടുക്കാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഈ ചിലപ്പോഴൊക്കെ ആളുകൾ പറയാറുണ്ട്, ഒരു 40 കിലോ തൂക്കമുള്ള എന്നാൽ കിടപ്പ് രോഗിയായിരിക്കുന്ന ഒരു മനുഷ്യനെ ഒന്ന് എടുത്തുകൊണ്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം അവനിങ്ങനെ പിടിക്കുക, അവനും കൂടെ പിടിക്കുക. എന്നാൽ പ്രിയമുള്ളവരെ, കൊച്ച് 40 കിലോ തൂക്കമുള്ള 40 കിലോ അല്ല അതിൽ കൂടുതൽ തൂക്കമുള്ള ഒരു ചാക്കുകെട്ടാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് എടുത്തുകൊണ്ട് ചിലപ്പോൾ പോകാൻ കഴിഞ്ഞെന്ന് വരും. കാര്യം ഇവനിങ്ങനെ മത്സരിക്കുന്നതുകൊണ്ട് ഒരിക്കലും നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നവൻ ഉദ്ദേശിക്കുന്ന പോലെ ഇവനെ വിധേയപ്പെടുത്തുവാൻ കഴിയാതെ പോകും. ഇതുപോലെ നമ്മൾ മത്സരികളായി തുടരുന്നത് കൊണ്ടാണ്. നമ്മളത് വിധേയപ്പെട്ട് കൊടുക്കാൻ നമ്മൾ മനസ്സ് വെക്കുമോ? നമ്മളത് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമ്മൾ മനസ്സ് വെക്കുമെങ്കിൽ ദൈവം തൻ്റെ കൃപയാൽ നമ്മെ രൂപാന്തരപ്പെടുത്തും. പ്രവൃത്തിയാലെങ്കിൽ കൃപയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. പ്രവൃത്തിയാലും കൃപയാലും എന്നുള്ളൊരു കാര്യമില്ല. ഇത് രണ്ടും കൂടെ ഇല്ല. പ്രവൃത്തിയാലെങ്കിൽ കൃപയാലല്ല, അല്ലെങ്കിൽ കൃപയല്ല. ആകയാലെന്ത്? ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല. അതാണ് പാപപരിഹാരം, നീതീകരണം, ദൈവവുമായുള്ള കൂട്ടായ്മ ബന്ധം, നിത്യജീവൻ. ഇസ്രായേൽ താൻ തിരഞ്ഞു. ഇത് ചെയ്യുന്നവനെന്നാൽ ജീവിക്കും. അവർ തിരയുകയായിരുന്നു, ചെയ്ത് നേടുവാൻ ശ്രമിക്കുകയായിരുന്നു. നോക്കണേ, ഇസ്രായേൽ താൻ തിരഞ്ഞത് പ്രാപിച്ചില്ല, എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു. ഇസ്രായേലിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്, അവരത് പ്രാപിച്ചു. ഇസ്രായേലിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്, അവരത് പ്രാപിച്ചു. ഇതര ജനസമൂഹങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ട്, അവരത് പ്രാപിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ടവർ അത് പ്രാപിച്ചു. ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. ഇന്നും ഇതല്ലേ കാണുന്നത്. ഹൃദയം കഠിനമാക്കുക. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളൊന്ന് സ്വതന്ത്രമായ ഇച്ഛാശക്തിയാണ്. നമ്മുടെ കാര്യം തീരുമാനിക്കാൻ ദൈവം നമുക്ക് സ്വാതന്ത്ര്യവും അവകാശവും അധികാരവും തന്നിരിക്കുന്നു. ദൈവം ഒരിക്കലും ബലാത്കാരേണ ആരെയും കീഴ്പ്പെടുത്തുന്നില്ല. കാരണം ദൈവത്തിന് വേണ്ടത് സ്നേഹിക്കുന്ന ഒരു മണവാട്ടി എന്ന നിലയിൽ, ദൈവത്തോട് പറ്റിയിരിക്കുന്ന സ്നേഹിക്കുന്ന മകൻ എന്ന നിലയിൽ അപ്പന് വിധേയപ്പെട്ടിരിക്കുന്ന ഒരു ജനസമൂഹത്തെ, ഒരു ദൈവസഭയാണ്, ഒരു സവിശേഷ സൃഷ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അനുസരിക്കുന്ന ഒരു പറ്റം അടിമകളെ അല്ല, ഭയന്നിട്ട് അല്ലെങ്കിൽ പ്രതിഫലം പ്രതീക്ഷിച്ചിട്ട് അനുസരിക്കുന്ന നിയമിക്കപ്പെട്ട ചില ചിട്ടവട്ടങ്ങൾക്ക് സ്വന്തം നേട്ടത്തിനു വേണ്ടി വിധേയപ്പെടുന്ന ഒരു പറ്റം അടിമകളെ അല്ല. നോക്കണേ, ദൈവം ആഗ്രഹിക്കുന്നത് സ്വതന്ത്രമായി തങ്ങളെ തന്നെ ദൈവത്തിനായി ഏൽപ്പിച്ച സ്നേഹത്താൽ ദൈവത്തോട് വിധേയപ്പെട്ടിരിക്കുന്ന ഒരു മണവാട്ടി. ആ ഒരു അനുഭവമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തിരഞ്ഞെടുക്കപ്പെട്ടവർ പ്രാപിച്ച ശേഷമുള്ള കഠിനപ്പെട്ടിരിക്കുന്നു. നമ്മൾ കഠിനപ്പെടരുത്, ഹൃദയം കഠിനമാക്കരുത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മളെ പൂർണ്ണമായും നമ്മുടെ ഉള്ളം ദൈവസനിൽ പകരുക എന്നാണ്. സ്തോത്രം. നുറുങ്ങിയ ഹൃദയം, തകർന്ന മനസ്സ് നമ്മളെ ദൈവസനിൽ പകർന്നു കൊടുക്കുമെങ്കിൽ, നമ്മുടെ മനസ്സ് അവൻ്റെ മുമ്പിൽ പകരുമെങ്കിൽ അവൻ നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തനാണ്. കുശവൻ്റെ ചക്രത്തിന്മേൽ ഇരിക്കുന്ന ഒരു കളിമണ്ണ് പോലെ നമ്മളെ അവൻ്റെ കാര്യങ്ങളൊന്നും ഏൽപ്പിച്ചു കൊടുക്കുമോ? ദൈവം ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഇന്നും സത്യദൈവത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമായി ഇസ്രായേൽ ലോകത്തിൻ്റെ നടുവിൽ നിലനിൽക്കുന്നു. സ്തോത്രം. അതെല്ലാവർക്കും സാക്ഷ്യമായിരിക്കട്ടെ.